മഹാദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരുടെ സ്വപ്നങ്ങളിലേക്ക്, പ്രതീക്ഷകളിലേക്കാണ് ഇനി നാട്ടുവണ്ടി യാത്ര ചെയ്യുന്നത്. വയനാട്ടിലെ കൽപ്പറ്റയിലെ ടൗൺഷിപ്പിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ടൗൺഷിപ്പിൽ പണി പൂർത്തിയായ മാതൃകാ വീടിന്റെ മുൻപിലാണ്. ഈ വീടിന്റെ മാതൃകയിലായിരിക്കും ഈ ടൗൺഷിപ്പിലെ ഓരോ വീടുകളും പണിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 410 വീടുകൾ 5 സോണുകളിലായി വളരെ വേഗത്തിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ജനുവരി മാസം എത്തുമ്പോഴേക്കും പൂർണ്ണമായും പണി പൂർത്തിയാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണ ഷിഫ്റ്റുകൾ, അതായത് 24 മണിക്കൂറും ഏകദേശം 1100ഓളം തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം മാത്രമാണ് അവരുടെ മുൻപിൽ വെല്ലുവിളിയായിട്ടുള്ളൂ, അത് കാലാവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വർക്ക് വേഗത്തിൽ നടക്കുന്നു. നമുക്ക് ഈ മാതൃകാ വീടിന്റെ ഉൾവശം കണ്ടുവരാം. ഈ മാതൃകാ വീടിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പലവട്ടം നിങ്ങളോട് പറഞ്ഞു പോയതാണ്, പലവട്ടം നിങ്ങൾ കണ്ടതാണ്. ഇതാണ് ആ വീടെന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രകൃതിയുടെ എല്ലാവിധത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിക്കുന്ന തരത്തിലുള്ള നിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മനുഷ്യർക്ക് ഏറ്റവും സ്വസ്ഥമായി, ഏറ്റവും സമാധാനമായി കിടന്നുറങ്ങാം എന്നതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലോകത്ത് ഇതുവരെ നടന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ ദുരന്ത പുനരധിവാസമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളം ലോകത്തിന് മുന്നിൽ തീർക്കാൻ പോകുന്ന മറ്റൊരു മാതൃകയായിരിക്കും ഈ വയനാട്ടിലെ ഈ ടൗൺഷിപ്പ് എന്നതിൽ നിങ്ങൾ ഒരു കാരണവശാലും സംശയിക്കേണ്ട കാര്യമില്ല. ജനുവരി മാസത്തോടു കൂടി പണി പൂർത്തിയാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് മുൻപിലുള്ളത്. ആദ്യ സോണിൽ 140 വീടുകളാണ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. 140 വീടുകൾ ഫസ്റ്റ് സോണിലുണ്ട്. ബാക്കി അങ്ങനെ 5 സോണുകളായി 410 വീടുകളെ തിരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 11.2 കിലോമീറ്ററോളം ദൂരത്തിൽ മനോഹരമായ റോഡും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ പോകാം. അപ്പോൾ ഈ വീടിന്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി ഈ ടൗൺഷിപ്പിലെ മറ്റു നിർമ്മാണങ്ങളിലേക്കും റോഡിന്റെ കാഴ്ചകളിലേക്കും നമുക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ടൗൺഷിപ്പിലുള്ള പ്രധാന റോഡിലാണ്. പുതിയ റോഡിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രധാന റോഡ് മാത്രം ഏകദേശം 12 കിലോമീറ്ററോളം വരും. പിന്നെ മറ്റു പിരിവുകൾ ഒരുപാടുണ്ട്. എന്റെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ വലിയ തോതിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിവേഗതയിൽ ടൗൺഷിപ്പിന്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂചലനത്തെ പോലും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിധത്തിലുള്ള നിർമ്മാണമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ടൗൺഷിപ്പിൽ അംഗനവാടികളുണ്ടാകും, ആശുപത്രികൾ ഉണ്ടാകും, മറ്റ് കടകളുണ്ടാകും, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ ഒരുപക്ഷെ ലോകം ഇന്നോളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പുനരധിവാസ പദ്ധതികളിൽ ഒന്നിനാണ്, അത് പൂർത്തിയാകുന്നതിനാണ് നമ്മളിപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റ നഗരഹൃദയത്തോട് ചേർന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിലാണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. 410 വീടുകൾ 5 സോണുകളിലായി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും വേഗത്തിൽ ഒരു സർക്കാർ പുനരധിവാസം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം നമ്മൾ കാണുന്നത്. എന്നോടൊപ്പം ഇതാ ഈ ദുരന്തത്തെ അതിജീവിച്ചു വന്ന മനോജേട്ടൻ കൂടി ചേരുന്നുണ്ട്. മനോജേട്ടൻ നമസ്കാരം. മനോജേട്ടനൊക്കെ ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച് വന്ന മനുഷ്യരാണ്. നമ്മളൊക്കെ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ കാണുന്നവരാണ്. ഇപ്പോൾ ഈ ടൗൺഷിപ്പിൽ നിൽക്കുമ്പോൾ ഏകദേശം ഒരു 50% വർക്ക് പൂർത്തിയായിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു ഇത് കാണുമ്പോൾ? തീർച്ചയായിട്ടും വലിയ രീതിയിൽ സന്തോഷമുണ്ട്. നിരവധി വീടുകൾ വാർത്ത് കഴിഞ്ഞ് മറ്റ് എല്ലാ വീടുകളും ഒരേ രീതിയിൽ വർക്ക് നടക്കുന്നത്, എല്ലാ സോണിലും വർക്ക് നടക്കുന്നത്. സ്വപ്നത്തിലുള്ള ഒരു വീട് അതാണ് ഇവിടെ നടക്കുന്നത്. അത് യാഥാർത്ഥ്യം ആവും. ഈ സർക്കാർ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ യാഥാർത്ഥ്യമാവുന്നുള്ള പ്രതീക്ഷയുണ്ട്. സന്തോഷമാണ്. സർക്കാർ ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഒരുപാട് സഹായങ്ങളൊക്കെ നൽകുന്നുണ്ടല്ലോ. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു 2 പേർക്ക് 300 രൂപ വീതം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും സർക്കാർ പ്രഖ്യാപിച്ച അന്ന് മുതൽ എല്ലാ മാസവും ഒരു കുടുംബത്തിൽ 2 പേർക്ക് 300 വെച്ചിട്ട് 9,9 18,000 രൂപ. അതുപോലെ തന്നെ സർക്കാർ വാടക 6,000 രൂപ. അതുപോലെ തന്നെ ഒരു ഭക്ഷ്യ കൂപ്പൺ ഉണ്ട് 1,000 രൂപ. അങ്ങനെ 25,000 രൂപ വെച്ചിട്ട് ഇന്ന് വരെ കിട്ടിയിട്ടുണ്ട്. ഈ മാസം വരെ ഈ ദുരന്തബാധിതർക്ക് കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ
കൽപ്പറ്റ നഗരത്തിൽ ടൗണിനടുത്ത് ഒരു സാധാരണക്കാരായ മനുഷ്യന് ഒരു 7 സെന്റ് ഭൂമി വാങ്ങി ഇതുപോലൊരു വീട് വയ്ക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഞാൻ പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്റെ കാര്യമാണ്. അവരെ പോലുള്ളവർക്കാണ് ഈ നഗരത്തോട് ചേർന്ന് ഇത്രയും മനോഹരമായ ഒരു ടൗൺഷിപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വലിയ ദുരന്തത്തെ അതിജീവിച്ചു വന്ന മനുഷ്യർ ഇന്ന് പ്രതീക്ഷകളിലാണ് ജീവിക്കുന്നത്. കാരണം ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണം അവർ ഓരോ ദിവസവും നേരിട്ട് കണ്ടറിയുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ നൽകിയ വാക്കിൽ, മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൽ വലിയ വിശ്വാസമാണ് ആ മനുഷ്യർക്കുള്ളത്. അത് പൂർത്തീകരിക്കുമെന്ന ഉറപ്പാണ് അവർക്കുള്ളത്. ഏതായാലും ഈ ടൗൺഷിപ്പിൽ നിന്ന് ഞാൻ യാത്ര പറയുകയാണ് മറ്റൊരിടത്തേക്ക്. നമുക്ക് വീണ്ടും കാണാം നാട്ടുവണ്ടിയിൽ. തൽക്കാലത്തേക്ക് യാത്ര പറയും.